വിദ്യാർത്ഥികളെ, നമ്മുടെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പാർട്ട് 8 നമ്മൾ പറഞ്ഞു, കുറച്ച് പ്രോബ്ലംസും കുറച്ച് പ്രൂവ് ദാറ്റൊക്കെ എല്ലാം കൂടി ഡിസ്കഷൻ ചെയ്ത ഒരു ടോപ്പിക്കാണ്. ചാപ്റ്ററിൻ്റെ ഫിനിഷിംഗ് പോയിന്റിലേക്ക് നമ്മൾ എത്തിക്കുകയാണ്. നമുക്ക് നോക്കാം. നമ്മൾ സംസിനെ കുറിച്ചിട്ടാണ് ലാസ്റ്റ് നമ്മൾ അവസാനിപ്പിച്ച് വെച്ചത്. സം ഓഫ് നാച്ചുറൽ നമ്പർ പഠിച്ചു, സം ഓഫ് ഈവൻ നമ്പർ പഠിച്ചു, സം ഓഫ് ഓഡ് നമ്പേഴ്സ് പഠിച്ചു, സം ഓഫ് എനി അരിത്തമെറ്റിക് സീക്വൻസ് പഠിച്ചു. ദെൻ അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ് പാർട്ട് 8 ആയിട്ട് ചെയ്യുന്നുണ്ട് നമ്മൾ. അപ്പോൾ നോക്കുക, ഫസ്റ്റ് ടേം ഓഫ് എൻ അരിത്തമെറ്റിക് സീക്വൻസ് 5, ഫസ്റ്റ് ടേം ഓഫ് എൻ അരിത്തമെറ്റിക് സീക്വൻസ് 5, then common difference equal to 2, common difference 2, find sum of first 25 terms. അങ്ങനെ ചോദിക്കുക. ഞാൻ അരിത്തമെറ്റിക് സീക്വൻസ് first term equal to 5, common difference equal to 2, find sum of first 25 terms. അതും ചോദിക്കാം. ഇവിടെ നോക്കുക. then സമ്മിന്റെ ഫോർമുല എല്ലാവർക്കും അറിയാലോ മക്കളെ. n/2 into x1 plus xn. എത്ര സം ഓഫ് 25 terms? അപ്പോൾ x25 കാണും. x1 plus 24d. ഫസ്റ്റ് ടേം എത്രയാ? 5. 24 into d 48 plus 5 എത്ര? 53. Find sum of first 25 terms of an AS. First term 5, common difference 2. In any arithmetic sequence, common difference 2, first term 5, find this 25 terms, sum of 25 terms. ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ തിരിച്ചും മറിച്ചും തിരിച്ചൊക്കെ വരാം. അത് നമ്മൾ നോക്കി എഴുതുന്നത് മാത്രമേ ഉള്ളൂ. ആ സമ്മിന്റെ ഫോർമുല ആദ്യം എഴുതിയിരിക്കുക. മാർക്കൊന്നും കിട്ടൂലെങ്കിലും എഴുതിയിരിക്കുന്ന ചിലപ്പം കിട്ടും. 25 ടേംസിന്റെ സമ്മാണ്. അപ്പോൾ x25 കണ്ടു. ഫസ്റ്റ് ടേം പ്ലസ് 24d, 5 പ്ലസ് 24 into 2, 48 plus 5, 53. ഇനി n/2, 5 plus n/2 എന്ന് പറഞ്ഞാൽ 25/2 into first term 5 plus 53. 25 ആണ് n, ഫസ്റ്റ് ടേം 5 ആണ്, 53 ആണ് 25th ടേം അഥവാ xn ലാസ്റ്റ് ടേം. 25/2 കട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ 25/2 തന്നെ വെക്കുക. മറ്റേത് രണ്ടും കൂടി ആഡ് ചെയ്യാം. 53 5 ആഡ് ചെയ്താൽ എത്രയാ? 58. ഇതിനെ കട്ട് ചെയ്താൽ എത്ര വരും? 29. അപ്പോൾ ഈവൻ നമ്പർ അവിടെ വെച്ച് കട്ട് ചെയ്യാൻ വളരെ ഈസിയാണ്. 29. ഇനി 25 ഉം 29 കൂടി മൾട്ടിപ്ലൈ ചെയ്യാം. 9 5s are 45, balance 4, 9 2s are 18 plus 4 22, 5 2s are 10, balance 1, 2 2s are 4 plus 1 5, 5 2 7. എത്ര കിട്ടി? 725. എത്ര കിട്ടി മക്കളെ? 725. ഇവിടെ ശ്രദ്ധിക്കുക, ഒരു പ്രോബ്ലം, ഫസ്റ്റ് പ്രോബ്ലം ആണ്. In any arithmetic sequence, first term 5, common difference 2, find sum of first 25 terms. അപ്പോൾ ശ്രദ്ധിച്ച് അത് നമ്മൾ മനസ്സിലാക്കി വെച്ചു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക എല്ലാവരും. ഒരു സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. Find sum of all 3-digit numbers which are multiple of 9. Find sum of all 3-digit numbers which are multiple of 9. Sequence ഒന്നുമില്ല, ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. Find sum of all 3-digit numbers which are multiple of 9. സീക്വൻസ് ഉണ്ടാക്കാൻ നമ്മൾ പഠിച്ചതാണ്. 100 etc 999 ആണെന്ത് 3-digit numbers. ഇനി മൾട്ടിപ്പിൾ ഓഫ് 9 കണ്ടുപിടിക്കണം. 100നെ 9നെ കൊണ്ട് ഡിവൈഡ് ചെയ്യും. 9 1 9, റിമൈൻഡർ എത്രയാണ്? 1. മൾട്ടിപ്പിൾ ഓഫ് 9 എന്ന് പറഞ്ഞാൽ റിമൈൻഡർ 0 വരണം അല്ലെങ്കിൽ 9 വരണം. റിമൈൻഡർ 0 അല്ലെങ്കിൽ 9 വന്നു കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ ആയി മാറി, ഡിവിസിബിൾ ആയിട്ട് മാറി. അപ്പോൾ അവിടെ 0 ആക്കാൻ 1 മൈനസ് ചെയ്യണം. കാരണം നമുക്ക് എന്തായിരിക്കും വരിക? 2 ഡിജിറ്റിലേക്ക് പോയി പോകും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? മൾട്ടിപ്പിൾ ആയതുകൊണ്ട് ഇതിനെ 9 ആക്കാൻ 8 ആഡ് ചെയ്യാം. അപ്പോൾ എത്ര ഫസ്റ്റ് ടേം വരിക? 108.
അപ്പൊ ചിലവരുടെ സംശയം ഉണ്ട്, 1 മൈനസ് ചെയ്ത് 9 അങ്ങ് പ്ലസ് ചെയ്താൽ പോലെ. കറക്റ്റാ? അത് കറക്റ്റാ, ഒരാളെ കുറ്റം പറയാൻ പറ്റില്ല. 100 1 സബ്ട്രാക്ട് ചെയ്തു, അപ്പൊ മാറി 99, 2 ഡിജിറ്റ് ആയി പോയി. അപ്പൊ ഏതാ ഡിവൈസർ? 9. അപ്പൊ കോമൺ ഡിഫറൻസ് എത്രയാ? 9. 99നോട് 9 ആഡ് ചെയ്താൽ എത്രയാ? 108. എങ്ങനെ വേണമെങ്കിൽ കാണാൻ കുട്ടികളെ, 108. അപ്പൊ ഫസ്റ്റ് മൾട്ടിപ്പിൾ ഓഫ് 9 എത്രയാ? 108. പിന്നെ വേറൊരു ടെക്നിക്ക് കൂടി ഉണ്ട്. ഡിജിറ്റ്സ് എല്ലാം കൂടി സം ചെയ്താൽ 9 ഓർ 9ന്റെ മൾട്ടിപ്പിൾ വരികയാണെങ്കിൽ മൾട്ടിപ്പിൾസ് ഓഫ് 9 ആണ്. 100ൽ വരില്ല, 101ൽ വരില്ല, 102ൽ ഇല്ല, 103 ഇല്ല, 104 ഇല്ല. അങ്ങനെ വരുമ്പോൾ 108ലാണ് സം ചെയ്താൽ 9 ഓർ 9ന്റെ മൾട്ടിപ്പിൾ കിട്ടുന്നത്. Then 117 etc. ലാസ്റ്റ് നമ്പർ ആരെങ്കിലും ചെക്ക് ചെയ്ത് നോക്കേണ്ട ആവശ്യമുണ്ടോ മക്കളെ? 999 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9ന്റെ മൾട്ടിപ്പിൾ അല്ലേ? 3 9 ഇങ്ങനെയാണ് നിരന്ന് നിൽക്കുക. പിന്നെ അത് പ്രത്യേകം ചെക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഒരു ചെക്കിംഗ് ഇല്ല. That's all. ഇനി ഫസ്റ്റ് ടേം കിട്ടി, ലാസ്റ്റ് ടേം കിട്ടി. നമ്മൾ സീക്വൻസ് ആദ്യം ഉണ്ടാക്കി. ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഫൈൻഡ് സം ഓഫ് ഓൾ 3 ഡിജിറ്റ് നമ്പേഴ്സ് which are multiple of 9. അപ്പൊ നമ്മള് സീക്വൻസ് ഉണ്ടാക്കി. 1 മാർക്ക് സീക്വൻസ് ഉണ്ടാക്കുന്നതിന് കിട്ടും. മൾട്ടിപ്പിൾസ് ഒക്കെ മൾട്ടിപ്പിൾസ് ഓഫ് 9ന്റെ സീക്വൻസ് ആണ്. 3 ഡിജിറ്റ് നമ്പേഴ്സിൽ മൾട്ടിപ്പിൾസ് ഓഫ് 9. ഫസ്റ്റ് ടേം 108, ലാസ്റ്റ് ടേം 999. ഇവിടെ ഫസ്റ്റ് ടേം ഉണ്ട്, ലാസ്റ്റ് ടേം ഉണ്ട്. അതായത് x1 ഉണ്ട്, xn ഉണ്ട്. പക്ഷെ എന്തില്ല? n ഇല്ല. ഇതിൽ എത്ര ടേംസ് ഉണ്ട് എന്ന് അറിയില്ല. അപ്പൊ ശ്രദ്ധിക്കണം, നേരത്തെ വരെ നമ്മൾ ചെയ്താൽ ഫൈൻഡ് സം ഓഫ് 25 ടേംസ് n തരും, ലാസ്റ്റ് ടേം കാണണം. ഫൈൻഡ് സം ഓഫ് 50 ടേം, 50 n തരും, 50th ടേം കാണണം. ഫൈൻഡ് സം ഓഫ് 100 ടേംസ്, n 100 ആണ്, 100th ടേം കാണണം. ഇവിടെ എത്ര ടേമിന്റെ സം ഒന്നുമില്ല. ഫസ്റ്റ് ടേം ഉണ്ട്, ലാസ്റ്റ് ടേം ഉണ്ട്. ഫൈൻഡ് സം ആയിട്ട് നമ്മൾ ചെയ്യണം. അപ്പൊ ഇതിൽ ആദ്യം ആരെ കണ്ടുപിടിക്കണം മക്കളെ? എത്ര ടേം ഉണ്ട് എന്നതിൽ കണ്ടുപിടിക്കണം. നമ്പർ ഓഫ് ടേംസ് കാണാൻ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ബൈ CD പ്ലസ് 1 എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ബൈ CD പ്ലസ് 1. ലാസ്റ്റ് ടേം ആരാ? 999. ഫസ്റ്റ് ടേം ആരാ? 108 ബൈ CD എത്രയാ? 9. ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ബൈ CD പ്ലസ് 1. അങ്ങനെ സബ്ട്രാക്ട് ചെയ്ത് നോക്കുക. 999 108 സബ്ട്രാക്ട് ചെയ്താൽ 1 9 8 891 by 9 plus 1. Last term minus first term by CD plus 1. 999 108 സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ 891 by 9. 891 നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്രയാ മക്കളെ? 9 9s are 81 81 9 9s are 81 99 plus 1 100 terms in the sequence. എത്ര ടേംസ് ഉണ്ട്? 100 ടേംസ് ഉണ്ടെന്ന് കിട്ടി. അപ്പൊ ശ്രദ്ധിക്കുക, which are multiple of 9 എന്ന് പറയുന്നത് കണ്ടുപിടിക്കണം. how many find sum of 3 digit number ആണ്. how many terms അല്ല ചോദിച്ചത്. find sum of 3 digit numbers which are multiple of 9. ആ multiple of 9 കിട്ടുന്ന 3 digit നമ്പറിന്റെ സീക്വൻസ് നമ്മൾ ഉണ്ടാക്കി വെച്ചു. 100 ചെയ്തു, 108 100 അടുത്തത് ചെയ്തു, 170 പിന്നെ 9 ഇങ്ങനെ ആഡ് ചെയ്ത് പോയാൽ മതി. ലാസ്റ്റ് 999 ചെക്ക് ചെയ്യേണ്ട ആവശ്യം പോലില്ല. 9ന്റെ ഡിവിസിബിൾ ആണ്, മൾട്ടിപ്പിൾ ആണ്. ഇനി നമ്പർ ഓഫ് ടേംസ് കണ്ടുപിടിച്ചു. ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ബൈ CD പ്ലസ് 1 എത്ര കിട്ടി? 100. ഇനി സമ്മിന്റെ ഫോർമുല ഏതാ? n/2 into x1 plus xn. n/2 into x1 plus xn. n/2 എത്ര കുട്ടികളെ? 100. ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ചു 100/2. n/2 എന്ന് പറഞ്ഞാൽ 100/2 into ഫസ്റ്റ് ടേം എത്രയാ? 108. ലാസ്റ്റ് ടേം എത്രയാ? 999. ലാസ്റ്റ് ടേം 999. ഇനി എത്ര കിട്ടി? 100/2 എത്ര? 50. 999 ഉം 108 കൂടി ആഡ് ചെയ്താൽ എത്ര വരിക? 1107. എത്ര വന്ന്? 1107. ഇനി അതിനെ മൾട്ടിപ്ലൈ ചെയ്യാം. 1107 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം.
55350 കണ്ട 55350 55,350. അപ്പോൾ ഇവിടെ എത്ര സം കിട്ടി? സം ഓഫ് all 3 digit numbers which are multiple of 9. ആദ്യം നമ്മൾ സീക്വൻസ് ഫോം ചെയ്തു, സീക്വൻസ് കറക്റ്റ് ആയി. അതിനുശേഷം നമ്പർ ഓഫ് ടേംസ് കണ്ടുപിടിച്ചു. ഇവിടെ ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പോൾ നമ്പർ ഓഫ് ടേംസ് കണ്ടുപിടിച്ചു 100. ഇനി നമ്മൾ എന്ത് ചെയ്തു? അതിന്റെ സംസിന്റെ ഫോർമുല എഴുതി. എന്താ സംസിന്റെ ഫോർമുല? n/2 * x1 + xn, n/2 100/2 108 + 999. ബ്രാക്കറ്റ് ആഡ് ചെയ്തു, ഇൻടു 50 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്തു, അവിടെ കിട്ടി. ഇനി നമുക്ക് വളരെ വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് രണ്ട് പ്രൂവ് ദാറ്റ് ആണ് നമുക്ക് ഇവിടെ ചെയ്യാനുള്ളത്. അപ്പൊ സംസിന്റെ ഓരോ വെറൈറ്റി പ്രോബ്ലംസ് നമ്മൾ പ്രാക്ടീസ് ചെയ്തു. വെറൈറ്റി പ്രോബ്ലംസ് പ്രാക്ടീസ് ചെയ്തത് എല്ലാവരും മനസ്സിലാക്കിക്കൊള്ളണം. ഏതൊക്കെ വെറൈറ്റിയാണ് നമ്മൾ ചെയ്തത് എന്നുള്ളത് മനസ്സിലാക്കി വെച്ചോളണം. ഇനി നമുക്ക് കുറച്ച് പ്രൂവ് ദാറ്റ് ആണ്. ഒന്നാമത്തെ പ്രൂവ് ദാറ്റ് ശ്രദ്ധിക്കുക. പ്രൂവ് ദാറ്റ് സം ഓഫ് 3 ടേംസ് ഓഫ് എനി അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 3 times the middle number. Prove that sum of any 3 consecutive terms of an arithmetic sequence is 3 times the middle number. 3, 6, 9, etc. 3, 6, 9, etc. ഇതെന്താണ്? അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. ഈ 3 കോൺസിക്യൂട്ടീവ് ടേംസിന്റെ സമ്മ് മിഡിൽ നമ്പറിന്റെ ത്രൈസ് ആണ്, 3 ടൈംസ് ആണെന്ന് പ്രൂവ് ചെയ്യും. നോക്കൂ, 3 + 6 + 9 മൂന്നും കൂടി സം ചെയ്യാം. 3 + 6 എത്ര? 9, 9 + 9 എത്ര? 18. 3 + 6 9, 9 + 9 എത്ര? 18. അത് മിഡിൽ നമ്പർ എത്രയാ? 6 അല്ലേ? 6ന്റെ 3 ടൈംസ് അല്ലേ? നോക്ക്, 6 × 3 ആണെന്ന് 18. അപ്പോൾ ശ്രദ്ധിക്കുക, prove that sum of 3 consecutive terms of any arithmetic sequence is 3 times the middle number. ഒന്ന് ശ്രദ്ധിക്കുക, sum of 3 consecutive terms of an arithmetic sequence is 3 times the middle number. ഒരു എക്സാമ്പിൾ വീണ്ടും പ്രൂഫ് കാണിച്ചു. then 5, 10, 15 etc. അതിൽ കോൺസിക്യൂട്ടീവ് വരുന്ന അത് കുറച്ചുകൂടി നന്നാവുന്നില്ലെങ്കിൽ ചിലപ്പോൾ കിട്ടൂല. 5, 10, 15 മൂന്നും കൂടി സം ചെയ്യട്ടെ. 5 + 10 15, 15 that's equal to 30. 10ന്റെ 3 ടൈംസ് അല്ലേ 30? ആണ്, കറക്റ്റ് ആണ്. മിഡിൽ നമ്പറിന്റെ 3 ടൈംസ് ആണ്. ഇതിന്റെ ഒരു പ്രൂഫാണ് ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത്. ശ്രദ്ധിച്ചോളാ, പ്രൂഫാണ് കാണിക്കാൻ പോകുന്നത്. In any 3 consecutive terms of an arithmetic sequence, sum of any 3 consecutive terms of an arithmetic sequence 3 times the middle number എന്നാണ് അതിന്റെ പ്രൂവ് ദാറ്റ്. ഞാൻ ചെയ്യാൻ പോകുന്നത്, എല്ലാവരും ശ്രദ്ധിക്കുക, മിഡിൽ നമ്പർ x ആക്കി വെച്ചു. മിഡിൽ നമ്പറിനെ x ആക്കി വെച്ചു. മിഡിൽ നമ്പർ അപ്പൊ റൈറ്റ് ഒരു ടേം ഉണ്ടാവും, ലെഫ്റ്റ് ഒരു ടേം ഉണ്ടാവും. റൈറ്റ് ഒരു ടേം ഉണ്ടാവും, ലെഫ്റ്റ് ഒരു ടേം ഉണ്ടാവും. റൈറ്റ് ടേം x + d, കോമൺ ഡിഫറൻസ് d ആണെങ്കിൽ റൈറ്റിൽ x + d, ലെഫ്റ്റ് ആയിരിക്കും x - d. റൈറ്റോട്ടാണ് പ്ലസ്, ലെഫ്റ്റോട്ടാണ് മൈനസ്. റൈറ്റോട്ടാണ് പ്ലസ്, ലെഫ്റ്റോട്ടാണ് മൈനസ്. നമ്മൾ പഠിച്ചതാണ്. അപ്പൊ മിഡിൽ നമ്പർ x, റൈറ്റ് ടേം x + d, ലെഫ്റ്റ് ടേം x - d. ഓക്കേ, ഇനി ശ്രദ്ധിക്കില്ല, ഇവിടെ ശ്രദ്ധിക്കില്ല, ഇവിടെ ശ്രദ്ധിക്കും. അപ്പൊ 3 ടേംസ് കിട്ടി, x - d, x + d. ഇത് മൂന്നും കൂടി സം ചെയ്യാം. സം ഈക്വൽ ടു x - d plus x plus x plus d. dd പോയി. എങ്ങനെ dd പോയി? ഒന്ന് -d ആണ്, ഒന്ന് +d ആണ്. ഒന്ന് 1d ആണ്, രണ്ടിടത്തും 1d തന്നെയാണ്. ഒന്ന് പ്ലസും ഒന്ന് മൈനസും കട്ട്.
എക്സും എത്രയാ 3x. അപ്പൊ മിഡിൽ നമ്പർ x ആണല്ലോ. 3x എന്ന് പറഞ്ഞാൽ എന്താണ് 3x. മിഡിൽ നമ്പർ x അതിന്റെ 3 ടൈംസ് എന്ന് പറഞ്ഞാൽ എന്താണ് 3x. അപ്പോൾ ഇവിടെ നോക്കൂ, sum of 3 consecutive terms of an AS 3 times the middle number. Sum of 3 consecutive terms of an AS 3 times the middle number. Correct ചെയ്തല്ലോ. അപ്പോൾ മിഡിൽ നമ്പർ ആരാ x, കോമൺ ഡിഫറൻസ് ആരാ d, ലെഫ്റ്റ് ടേം x - d, റൈറ്റ് ടേം x + d, സം ചെയ്തു x - d plus x plus x plus d minus d plus d കട്ട് ചെയ്തു പോയി. ബാക്കി എത്ര വരുന്നത് 3x. അടുത്തൊരു പ്രൂവ് ദാറ്റ് പറയുന്നു, prove that sum of 5 consecutive terms of any arithmetic sequence 5 times the middle number. Sum of 5 consecutive terms of any arithmetic sequence 5 times the middle number. ഏതൊരു arithmetic sequence-ന്റെയും 5 terms-ന്റെ consecutive 5 terms-ന്റെ sum middle number-ന്റെ 5 times ആണ്. For example നോക്കുക, 2 4 6 8 10 ഒരു arithmetic sequence consecutive terms. 2 plus 4 6, 6 plus 6 12, 12 plus 8 20, 20 plus 10 30. 6 ന്റെ എത്ര ടൈംസ് ആണ് 30? 5 ടൈംസ്. 6 5s are 30. ശ്രദ്ധിക്കൂ. അടുത്തത് 3 6 9 12 15. 3 plus 6 9, 9 plus 9 18, 18 plus 12 30, 30 plus 15 45. 9 ന്റെ എത്ര ടൈംസ് ആണ് 45? 5 ടൈംസ്. അവിടെ ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യൻ എങ്ങനെയാ വരിക? പ്രൂവ് ദാറ്റ് sum of 5 consecutive terms of any arithmetic sequence 5 times the middle number. പ്രൂഫ് കാണിച്ചു കൊടുക്കണ്ടേ? ക്ലൂസ് പറഞ്ഞാൽ പോരല്ലോ. പറഞ്ഞാൽ പോരാ, പ്രൂഫ് കാണിച്ചു കൊടുക്കണം. ഞാൻ മിഡിൽ നമ്പറിനെ x ആക്കി വെച്ചു. അപ്പൊ മിഡിൽ ആകുമ്പോൾ നമുക്ക് ലെഫ്റ്റ് റൈറ്റ് ഇങ്ങനെ കളിക്കാം. മിഡിൽ നമ്പർ എന്താക്കി വെച്ചു? x. റൈറ്റിൽ 2 ടേം ഉണ്ടാവും, ലെഫ്റ്റിൽ 2 ടേം ഉണ്ടാവും. റൈറ്റ് x plus d, x plus 2d. റൈറ്റോട്ട് x plus d, x plus 2d. ലെഫ്റ്റിൽ x minus d, x minus 2d. മിഡിലിൽ x, റൈറ്റിൽ x plus d, x plus 2d. ലെഫ്റ്റിൽ x minus d, x minus 2d. ഇതെല്ലാം കൂടി സം ചെയ്യാം. x minus 2d plus x minus d plus x plus x plus d plus x plus 2d എല്ലാ 5 ടേമും കൂടി സം ചെയ്തു. 1d cut 1d cut 2d cut 2d cut അതൊക്കെ കട്ട് ചെയ്തു പോയി. പോസിറ്റീവ് നെഗറ്റീവ്സ് ഒക്കെ കട്ട് ചെയ്തു പോയി. x plus x 2x 2x plus x 3x 3x plus x 4x 4x plus x 5x. 5 times the middle number. Ready? 5 times the middle number. Appo in any arithmetic sequence, in any consecutive 5 terms of an arithmetic sequence 5 times the middle number. Appo ഏതൊരു arithmetic sequence ന്റെയും 5 consecutive terms ന്റെ sum middle number ന്റെ 5 times ആണ്. ഒരെണ്ണം കൂടി അതിനെ കൂടി കണക്ട് ചെയ്തിട്ടുള്ളത്, prove that sum of 7 consecutive terms of any arithmetic sequence 7 times the middle number. Prove that sum of 7 consecutive terms of any arithmetic sequence 7 times the middle number. Middle x middle x middle x middle x middle ആരാ x. റൈറ്റ് ഔട്ട് x plus d, x plus 2d, x plus 3d. ലെഫ്റ്റ് ഔട്ട് x minus d,
എക്സ് മൈനസ് 2d എക്സ് മൈനസ് 3d 7 ടേം ആയ നമുക്ക് 7 ടേംസ് കിട്ടിയേ. ഇതിന് പ്ലസ് ഇട്ട് ഞാൻ ഇവിടെ തന്നെ എഴുതി എഴുതാനാവുന്നില്ല. അപ്പോൾ പ്ലസ് ഇട്ട് ഇവിടെ തന്നെ എഴുതട്ടെ മക്കളെ. അപ്പോൾ ഇവിടെ പ്ലസ് ഇട്ടു. എന്നിട്ട് എന്ത് ചെയ്യാ? ഏതൊക്കെ കട്ട് ചെയ്യാ? 3d കട്ട് 2d കട്ട് 2d കട്ട് 1d കട്ട് ആവശ്യമുള്ളതൊക്കെ കട്ട് ചെയ്തു, ആവശ്യമില്ലാത്തൊക്കെ അടച്ചു. അല്ല, ആവശ്യമില്ലാത്തൊക്കെ കട്ട് ചെയ്തു, ആവശ്യമുള്ളത് അടച്ചു. 1x ഉം x ഉം 2x 2x x 3x 3x ഉം x ഉം 4x 4x ഉം x ഉം 5x 5x ഉം x ഉം 6x 6x ഉം x എത്ര? 7x. 1x x 2x 2x x 3x 3x x 4x 4x x 5x 5x x 6x 6x x 7x 7 times the middle number. അപ്പോൾ മൂന്ന് പ്രൂഫാണ് അതിനുമായി കണക്ട് ചെയ്ത് ഒരേ സത്യം പഠിച്ചാൽ ഇവർക്ക് ഇങ്ങനെ നിർത്തിയിട്ടില്ല. ഏതാണ്? അപ്പോൾ നമ്മൾ ഒരിക്കലും വേറെ പറ്റാത്ത വേറെ 4 നമ്പറിന്റെ നമ്മൾ അവിടെ പറഞ്ഞതാണ് സം ഓഫ് എൻഡ് ടേം ഈക്വൽ ടു സം ഓഫ് മിഡിൽ ടേംസ്. അങ്ങനെയാണ് 4 ടേംസിന് വരിക. ഈവൻ നമ്പർ ടേംസിന് മിഡിൽ ഇല്ല, അതുകൊണ്ടാണ് ഈവൻ നമ്പർ ചോദിക്കുന്നില്ല. മനസ്സിലായല്ലോ? അപ്പൊ സം ഓഫ് എനി 3 consecutive terms 3 times middle number. Sum of any 5 consecutive terms 5 times middle number. Sum of any 7 consecutive term 7 times middle number. അങ്ങനെയാണ് ആ പ്രൂഫ് അവിടെ നിൽക്കുന്നത്. ഇനി രണ്ട് പ്രോബ്ലം ശ്രദ്ധിക്കില്ല. Find sum of 51 52 53 etc 70. 51 52 53 etc 70 വരെയുള്ള സമമാണ്. ഫസ്റ്റ് ടേം എത്ര? 51, സെക്കൻഡ് 52, തേർഡ് 53, ലാസ്റ്റ് എത്രയാണ്? 70. ഇതിൽ ഫസ്റ്റ് ടേം ഉണ്ട്, ലാസ്റ്റ് ടേം ഉണ്ട് മക്കളെ. പക്ഷെ എന്തില്ല? നമ്പർ ഓഫ് ടേംസ് ഇല്ല. അപ്പൊ ആരെ കണ്ടുപിടിക്കണം? n-നെ കണ്ടുപിടിക്കണം. നമ്പർ ഓഫ് ടേംസിനെ കണ്ടുപിടിക്കണം. n എത്രയാ? കാണണം. അതിലിപ്പോ കാണുന്നു പറഞ്ഞത് ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ബൈ cd പ്ലസ് 1. നമ്പർ ഓഫ് ടേംസ് എത്രയാ? ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ബൈ cd പ്ലസ് 1. 17 51 പോലെ എത്രയാ? 19 പ്ലസ് 1 ബൈ 1 എന്ന കാര്യം 19 ബൈ 1 എത്രയാ? 19 തന്നെയാണ്. പ്ലസ് 1 എത്ര? 20 ടേംസ്. ഈ സീക്വൻസിൽ എത്ര ടേംസ് ഉണ്ട് മക്കളെ? 20 ടേംസ് ഉണ്ട്. സീക്വൻസിൽ എത്ര ടേംസ് ഉണ്ട്? 20 ടേംസ് ഉണ്ട്. ഇനി സം കണ്ടുപിടിക്കാൻ 20 ടേംസിന്റെ സം ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. n/2 into x1 plus xn. n/2 എത്രയാണ്? 20/2. x1 എത്ര? 51. xn എത്ര? 70. കട്ട് 20 കട്ട് 2 10. 121 മൾട്ടിപ്പിൾ ചെയ്താൽ 1210. അപ്പോൾ nth ടേം കണ്ടുപിടിച്ച് സം കാണണം. അപ്പോൾ അവിടെ എന്ത് തരും? നമ്പർ ഓഫ് ടേംസ് തരും, n തരും. ഇവിടെ nth ടേം കാണേണ്ട ആവശ്യമില്ല, ഇവിടെ നമ്പർ ഓഫ് ടേംസ് കാണണം. അതാണ് വ്യത്യാസം. ചിലപ്പോൾ n തരും, xn കാണേണ്ടി വരും. ചിലപ്പോൾ xn തരും, n കാണേണ്ടി വരും. ലാസ്റ്റ് ടേം തരുമ്പോൾ നമ്പർ ഓഫ് ടേംസ് കാണണം. നമ്പർ ഓഫ് ടേംസ് തരുമ്പോൾ ലാസ്റ്റ് ടേം കാണണം. അതാണ് വ്യത്യാസം. എല്ലാം കൂടി നിങ്ങളെ സൂചിപ്പിച്ചങ്ങ് തരൂല. അതാണ് പ്രോബ്ലത്തിന്റെ പ്രത്യേകത. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ടേം ഉണ്ട്, സെക്കൻഡ് ടേം ഉണ്ട്, തേർഡ് ടേം ഉണ്ട്, എക്സെട്ര ലാസ്റ്റ് ടേം ഉണ്ട്. പക്ഷെ അറിയില്ല എത്ര ടേം ഉണ്ട് എന്നില്ല. n കണ്ടുപിടിച്ചു. n കാണാൻ നമുക്കറിയാം ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ബൈ cd പ്ലസ് 1. ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ബൈ cd പ്ലസ് 1. 19 പ്ലസ് 1 എത്ര ടേംസ് ഉണ്ട്? 20 ടേംസ്. അങ്ങനെ 20 ടേംസ് കിട്ടിയതിന് ശേഷം നമ്മൾ സമ്മിന്റെ ഫോർമുല എഴുതി. എന്താ സമ്മിന്റെ ഫോർമുല? n/2 into x1 plus xn. 20/2 ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം കട്ട് ചെയ്തു മൾട്ടിപ്പിൾ ചെയ്തു. ക്ലിയർ ആണല്ലോ? അടുത്ത പ്രോബ്ലത്തിൽ നമ്മൾ ഇതേപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദി സം ഓഫ് 1.5 2.5 etc 12.5.
1 and half, 2 and half, etc. 12 and half. 1 and half, 2 and half, etc. 12 and half. Find sum എന്നാണ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ടേം ഉണ്ട്, സെക്കൻഡ് ടേം ഉണ്ട്, ലാസ്റ്റ് ടേം ഉണ്ട്. പക്ഷെ ഇതില്ല എത്ര ടേം ഉണ്ട്, നമ്പർ ഓഫ് ടേംസ് ഇല്ല, അറിയില്ല. എന്നെ കാണാം ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ബൈ CD plus 1. Last term minus first term by CD plus 1. Last term എത്ര 12 and half. First term എത്ര 1 and half. Common difference എത്ര 1 plus 1. 12 and half ഒന്ന് 1 and half പോയാൽ എത്രയാണോ 11. 12 രൂപയെ 1.5 രൂപയായിട്ട് പോയാൽ ബാക്കി എത്ര ഉണ്ടാവും 11 രൂപ. അറിയില്ലേ 12 and half ഒന്ന് 1 and half പോയാൽ എത്ര വരുന്നത് മക്കളെ 11 plus 1 that's equal to എത്ര ടേംസ് ഉണ്ട് 12 ടേംസ്. ഫ്രാക്ഷൻ ആണ്, ശ്രദ്ധിക്കണം. ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേം വരെയൊക്കെ ഫ്രാക്ഷൻ ആണ്. നമ്പർ ഓഫ് ടേംസ് കണ്ടുപിടിക്കണം. നമ്പർ ഓഫ് ടേംസ് കാണാൻ ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ബൈ CD പ്ലസ് 1. ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ബൈ CD പ്ലസ് 1. ലാസ്റ്റ് ടേം ആരാ 12 and half. ഫസ്റ്റ് ടേം ആരാ 1 and half. 12 and half എന്ന് 1 and half പോലെ എത്ര 11 by 1. 11 by 1 എന്ന് പറഞ്ഞാൽ ആരും എഴുതണ്ട. പ്ലസ് 1 എത്ര കിട്ടി 12 ടേംസ്. ഇനി സംസ് n by 2 into x1 plus xn. n by 2 into x1 plus xn. n എത്രയാ 12. 12 by 2 into 12 by 2 into x1 ആരാ x1 ഫസ്റ്റ് ടേം 1 and half. xn ലാസ്റ്റ് ടേം എത്രയാ 12 and half. ഫസ്റ്റ് ടേം 1 and half ഉം ലാസ്റ്റ് ടേം 12 and half. 12 ഉം 2 കൂടി കട്ട് ചെയ്താൽ 6. 1 and half ഉം 12 and half ഉം കട്ട് ചെയ്താൽ എത്രയാ മക്കളെ 14 അല്ലേ. 12 രൂപയും 1.5 രൂപയും ആഡ് ചെയ്താൽ എത്രയാ 40. അപ്പോൾ 6 into 14 എത്ര വന്നു 84. 6 into 14 എത്ര വന്നു 84. അപ്പോൾ ശ്രദ്ധിക്കുക ഫ്രാക്ഷൻ വന്നു, ചെയ്യാനൊരു പ്രയാസമില്ല. ഫ്രാക്ഷൻ വന്നപ്പോൾ പ്രയാസമുണ്ടോ? ഒരു പ്രയാസമില്ല. അപ്പോൾ 1 and half, 2 and half, 12 and half. n is equal to last term minus first term by CD plus 1. 12 and half minus 1 and half by CD plus 1. 11 plus 1. 11 plus 1 എത്ര 12 terms. അപ്പോൾ നമ്പർ ഓഫ് ടേംസ് എത്ര 12. ഇനി സം എങ്ങനെ കണ്ടുപിടിക്കുക n by 2 into x1 plus xn. 12 by 2 into 1 and half plus 12 and half. 12 by 2 എത്ര 6. 1 and half ഉം 12 and half ആഡ് ചെയ്താൽ എത്ര 14. 14 into 6 എത്ര 84. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി സം കിട്ടി. അപ്പോൾ സം രണ്ട് ടൈപ്പിൽ നമ്മൾ ഇതിൽ ചെയ്തു. എങ്ങനെ n തന്നിട്ട് നമുക്ക് എന്ത് കാണേണ്ടി വരും, ചിലപ്പോൾ nth ടേം കാണേണ്ടി വരും, ചിലപ്പോൾ nth ടേം തന്നിട്ട് എന്ത് കാണേണ്ടി വരും നമ്പർ ഓഫ് ടേംസ് കാണേണ്ടി വരും. അപ്പോൾ ആ രണ്ട് കാറ്റഗറി നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി നമുക്ക് ഒരു ചെറിയ ഒരു കാര്യത്തിലേക്ക് നമുക്ക് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ചെറിയൊരു ടോപ്പിക്കും കൂടി പറഞ്ഞ് അപ്പോൾ സംസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് ചർച്ച ചെയ്യുന്നത്. സംസിന്റെ ഒരു ടോപ്പിക് തന്നെയാണ് കുറെ പ്രോബ്ലംസ് ആയിട്ടും കുറെ തിയറംസ് ആയിട്ടും പ്രൂതാറ്റൊക്കെ ആയിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി സംസിന്റെ തന്നെ ഒരൊറ്റ ലാസ്റ്റ് കാറ്റഗറി ആയിട്ട് നമ്മൾ അവസാനിപ്പിക്കുന്നു. ഒരു അരിത്തമെറ്റിക് സീക്വൻസ് തന്നിട്ട് സമ്മിന്റെ ആൾജിബ്രിക് ഫോം കാണാൻ പറയും. ഫൈൻഡ് സം ആൾജിബ്രിക് ഫോം സം ഓഫ് അരിത്തമെറ്റിക് സീക്വൻസ്. algebraic form of the sum of arithmetic sequence. അതായത് ഏതൊരു arithmetic sequenceന്റെയും algebraic form നമുക്ക് കാണാൻ അറിയാം dn plus f minus d. സമ്മിനെ algebraic ഫോമിലേക്ക് കാണാൻ ഒരു ജനറൽ കോൺസെപ്റ്റ് ഉണ്ട്. ആ ജനറൽ കോൺസെപ്റ്റ് ആണ് നമ്മൾ പഠിക്കുന്നത്. സമ്മിന്റെ algebraic ഫോം കാണാൻ pn² plus qn. എപ്പോഴും ഒരു അരിത്തമെറ്റിക് സീക്വൻസിന്റെ സമ്മ് pn² plus qn എന്ന ഫോമിലായിരിക്കും. അതായത് നമുക്കറിയാം nth ടേം ആൾജിബ്രിക് ഫോം എപ്പോഴും an plus b ലായിരിക്കും ആൾജിബ്രിക് ഫോം.
പക്ഷേ ഇനി നമുക്ക് കാണാൻ പറയുന്നത് സമ്മിന്റെ ആൾജിബ്രിക് ഫോം. nth ടേം അല്ല, an plus b അല്ല, ആൾജിബ്രിക് ഫോം അല്ല, ആൾജിബ്രിക് ഫോം ഓഫ് ദി സം ഓഫ് അരിത്തമെറ്റിക് സീക്വൻസ്. സമ്മിന്റെ ആൾജിബ്രിക് ഫോം. ശ്രദ്ധിക്കണേ, ആനയും അണ്ണാൻകുട്ടനും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണം. ആൾജിബ്രിക് ഫോം എന്ന് പറഞ്ഞാലും nth ടേം എന്ന് പറഞ്ഞാലും an plus b എന്ന് പറഞ്ഞാലും നമുക്ക് പഠിച്ചതാണ് dn plus f minus d. ഇത് സമ്മിന് മാത്രമുള്ള ആൾജിബ്രിക് ഫോം കാണാൻ, സമ്മിന് മാത്രം പറ്റുള്ളൂ. അതിനുള്ള ഒരു ജനറൽ കോൺസെപ്റ്റ് ആണ് pn² plus qn. p എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമൺ ഡിഫറൻസിന്റെ പകുതി, ഹാഫ്. കോമൺ ഡിഫറൻസിന്റെ ഹാഫ് p എന്ന് പറഞ്ഞാൽ. q എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേമിൽ നിന്ന് ഹാഫ് d സബ്ട്രാക്ട് ചെയ്യുക. കോമൺ ഡിഫറൻസിന്റെ പകുതി സബ്ട്രാക്ട് ചെയ്യുക. ഫസ്റ്റ് ടേമിൽ നിന്ന് കോമൺ ഡിഫറൻസിന്റെ പകുതി സബ്ട്രാക്ട് ചെയ്യുക. p എന്ന് പറഞ്ഞാൽ ഹാഫ് d. p is equal to half d, q is equal to f minus half d. First term minus half d. p is equal to half d, q is equal to first term minus half d. p is equal to half d, q is equal to first term minus half d. ഒരു എക്സാമ്പിൾ ചെയ്യുമ്പോൾ തന്നെ അതിന്റെ കാര്യങ്ങൾ മനസ്സിലാവും. അപ്പൊ സമ്മിന്റെ ആൾജിബ്രിക് ഫോം കാണാൻ മാത്രം യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ്, ഒരു ജനറൽ കോൺസെപ്റ്റ് ആണ് pn² plus qn. നോക്കുക, ആൾജിബ്രിക് ഫോമിനെ സം ഓഫ് n ടേംസ് എന്നും പറയാം. സമ്മിന്റെ ആൾജിബ്രിക് ഫോമിനെ സം ഓഫ് n ടേംസ് എന്നും കൂടി പറയാം. കേട്ടിട്ടുണ്ടല്ലോ. Then algebraic form sum of the as 3, 7, 11 etc. 3, 7, 11 etc. Write the sum of algebraic form of sum of the arithmetic sequence. അല്ലെങ്കിൽ write the sum of n terms. Write the sum of n terms. അല്ലെങ്കിൽ write the sum of algebraic form of the as. സമ്മിന്റെ ആൾജിബ്രിക് ഫോം നമുക്ക് നമ്മൾ എഴുതാം pn² plus qn. ആൾജിബ്രിക് ഫോം ഏതിന്റെയാ? സമ്മിന്റെ ആൾജിബ്രിക് ഫോം. ശ്രദ്ധിക്കണേ, p എന്ന് പറഞ്ഞാൽ അരടി ഹാഫ് d. d ന്റെ പകുതി, d എത്ര ഇവിടെ? 4 ന്റെ പകുതി എത്ര? 2n². 4 ന്റെ പകുതി എത്ര? 2n². q എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം മൈനസ് അരടി 2. അരടി എത്ര? 1 4 എഴുതാറില്ല, അപ്പൊ എന്നെ എഴുതുന്നു. അപ്പോൾ ആൾജിബ്രിക് ഫോം നോക്കൂ, 2n² plus n. ആൾജിബ്രിക് ഫോം എന്താണ്? 2n² plus n. സമ്മിന്റെ ആൾജിബ്രിക് ഫോം എപ്പോഴും സ്ക്വയർ ഉണ്ടാവും. n ന് സ്ക്വയർ ഉണ്ടാവും. n². ശ്രദ്ധിച്ചോളൂ, അതാണ് pn². pn² plus qn. p എന്ന് പറഞ്ഞാൽ 2, q എന്ന് പറഞ്ഞാൽ 1. അതാണ് പ്രത്യേകത. ശ്രദ്ധിക്കുക. അടുത്ത നോക്കുന്ന ഒരു എക്സാമ്പിൾ കൂടി കഴിഞ്ഞാൽ കാര്യങ്ങൾ വൃത്തിയാവും. 6, 12, 18 etc. Write the algebraic form of the sum of arithmetic sequence. Write sum of n terms of the sequence. Algebraic form ആണ് pn² plus qn. p എങ്ങനെ കണ്ടുപിടിക്കുക? പറഞ്ഞോളൂ, p കണ്ടുപിടിക്കുന്ന പറഞ്ഞോളൂ. ഹാഫ് d, അരടി d ന്റെ പകുതി. d is equal to 6 ആണ്. 6 ന്റെ പകുതി 3. q എങ്ങനെ കണ്ടുപിടിക്കുക? ഫസ്റ്റ് ടേം മൈനസ് ഹാഫ് d. ഫസ്റ്റ് ടേം 6, 6 ന്ന് 3 പോയാൽ എത്രയാണ്? 6 ന്ന് 3 പോയാൽ 3n² plus 3n. 3n² plus 3n. 3n² plus 3n. അപ്പോൾ ശ്രദ്ധിക്കുക, ഒരു അരിത്തമെറ്റിക് സീക്വൻസിന്റെ ആൾജിബ്രിക് ഫോം കാണാൻ നമ്മൾ അവിടെ പഠിച്ചു dn plus f minus d. ആ സാധനം കൂടെ കൊണ്ടുവരേ ചെയ്യരുത്, മനസ്സിലേ വേണ്ട. ഇത് സമ്മിന്റെ ആൾജിബ്രിക് ഫോം.
algebraic form of the sum of arithmetic sequence. Algebraic form of the sum of arithmetic sequence അല്ലെങ്കിൽ sum of n terms. സം ഉണ്ടാവും ഇതിന്റെ കൂടെ, സം അതാ ശ്രദ്ധിക്കുന്നത്. അപ്പൊ സമ്മിന് എപ്പോഴും n സ്ക്വയർ ഉണ്ടാവും എന്ന് ശ്രദ്ധിക്കുക. ഒരു എക്സാമ്പിൾ കൂടി, റൈറ്റ് ദി algebraic form sum of the arithmetic sequence 8 40 20 etc. അല്ലെങ്കിൽ find sum of n terms of an arithmetic sequence, n terms of an arithmetic sequence 8 14 20 etc. 8 14 20 etc. sum of n terms അല്ലെങ്കിൽ write the sum of algebraic form of a arithmetic sequence. pn square plus qn നമുക്കറിയാലോ, pn square plus qn, pn square plus qn അറിയാം. p 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 half d അരടി എത്രയാ? d എത്രയാ? 6. 6 ന്റെ പകുതി 3n square. 6 ന്റെ പകുതി എത്ര? 3n square. q q q q q q q എത്ര വരുന്നത്? ഫസ്റ്റ് ടേം മൈനസ് ഹാഫ്. ഫസ്റ്റ് ടേം മൈനസ് ഹാഫ്. ഫസ്റ്റ് ടേം എത്ര? 8. 8 ന്ന് 3 പോയാൽ എത്ര? 5. ഒരു സെക്കൻഡ് കൊണ്ട് കിട്ടി സം ഓഫ് algebraic form. അപ്പൊ സമ്മിന്റെ algebraic form പ്രത്യേക ഒരു വെറൈറ്റി സാധനമാണ്. അത് കണ്ടുപിടിക്കാനുള്ള ഒരു ടോപ്പിക്കാണ് pn square plus qn. p is equal to half d, q is equal to first term minus half d. p is equal to half d, q is equal to first term minus half d. മാറിപ്പോവരുത്, വളരെ പ്രധാനപ്പെട്ട സാധനമാണ്. സമ്മ പറയുമ്പോൾ അതിനെ ഫിനിഷ് ചെയ്യുന്ന ഒരു സാധനമാണ്. സമ്മിന്റെ algebraic form എല്ലാവർക്കും അറിയാം, pn square plus qn ആണ്. p is equal to half d, q is equal to f minus half d. മനസ്സിലായല്ലോ? വൃത്തിയായിട്ട് ശ്രദ്ധിക്കുക. 3n square plus 5n കിട്ടി. ഒരു എക്സാമ്പിൾ കൂടി നമുക്കത് പറഞ്ഞ് അവസാനിപ്പിക്കാം. For example, find sum of algebraic form of the arithmetic sequence 10 20 30 etc. 10 20 30 etc. Find sum of algebraic form of the arithmetic sequence. Sum ന്റെ algebraic form കണ്ടുപിടിക്കണം. Algebraic form of the sum of arithmetic sequence തിരിച്ചും തിരിച്ചിട്ടും ഒക്കെ ചോദിക്കുക. sum എന്ന സാധനം ഉണ്ടായാൽ ഓക്കേ. pn square plus qn. p എന്ന് പറഞ്ഞാൽ half d. d ന്റെ പകുതി എത്രയാ മക്കളെ? d ന്റെ പകുതി 10. 10 ന്റെ പകുതി എത്രയാ? 5. d is equal to 10. 10 ന്റെ പകുതി 5. 5n square plus q എന്ന് പറഞ്ഞാൽ എത്രയാ? ഫസ്റ്റ് ടേമിൽ നിന്ന് half d മൈനസ് ചെയ്യുക അല്ലേ? 10 നിന്ന് 5 പോയാൽ എത്രയാ? 5. എത്ര കിട്ടി? 5n square plus 5. 5n square plus 5. വളരെ പ്രധാനപ്പെട്ട, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് സം algebraic form. algebraic form കണ്ടുപിടിക്കുക. സമ്മിന്റെ algebraic form. ഒരു അരിത്തമെറ്റിക് സീക്വൻസിലെ സമ്മിന്റെ algebraic form ആണ് pn square plus qn. p is equal to half d, q is equal to first term minus half d. p is equal to half d, q is equal to first term minus half d. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഞാനിവിടെ കുറേ algebraic form എഴുതാം, സമ്മിന്റെ algebraic form എഴുതാം. ആ algebraic form ഒക്കെ നമുക്ക് നോക്കുക. pn square plus qn ആണോ നോക്കുക. 2n square plus 5n, 3n square plus 6n, 5n square plus 8n, 9n square plus 6n, 4n square plus 5n, 8n square minus 2n. മൈനസ് എന്നാൽ പ്ലസ് മൈനസ് ആയിട്ട് മാറും. ഇതൊക്കെ എന്താണ്? സമ്മിന്റെ എഴുതുക. pn square plus qn, 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 pn square minus അല്ല പ്ലസ് ഓർ മൈനസ് ആണ്, പ്ലസ് മൈനസ് ആയി മാറും. then qn. അപ്പോൾ സമ്മിന്റെ algebraic form ഒക്കെ pn square plus qn ലായിരിക്കും. സ്ക്വയർ വന്നാൽ
പ്രത്യേകിച്ച് ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ സമ്മിന്റെ ആൾജിബ്രിക് ഫോം തന്നെ തരും, അല്ലെങ്കിൽ സമ്മിന്റെ ആൾജിബ്രിക് ഫോം കാണാൻ തന്നെ പറയും. അത് ശ്രദ്ധിക്കേണ്ട ഒരു കേസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ സ്ക്വയർ വന്നാൽ നമ്മൾ ഓർത്തോടുക സമ്മിന്റെ ആൾജിബ്രിക് ഫോം ആണ്. ഓക്കെ, അപ്പൊ ആ സമ്മിന്റെ ആൾജിബ്രിക് ഫോം എന്ന് പറയുമ്പോൾ അതിന്റെ ജനറൽ കോൺസെപ്റ്റ് ആണ് pn സ്ക്വയർ പ്ലസ് qn. ഇനി ഒരു സമ്മിന്റെ ആൾജിബ്രിക് ഫോം തന്നിട്ട് അതിന്റെ ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും കണ്ടുപിടിക്കാൻ ചോദിക്കാറുണ്ട്. അതും കൂടി ചെയ്ത് നമുക്ക് അവസാനിപ്പിക്കാം. നോക്കുക, ഒരു സമ്മിന്റെ ആൾജിബ്രിക് ഫോം ഞാൻ പറയുന്നു 3n സ്ക്വയർ പ്ലസ് 5n. Find first term and common difference. First term common difference കണ്ടുപിടിക്കുക. ഒരു പ്രയാസമില്ല. ഇത് p, ഇത് q. ശരിയാണല്ലോ? p plus q ഫസ്റ്റ് ടേം രണ്ടും കൂടി ആഡ് ചെയ്താൽ ഫസ്റ്റ് ടേം ആണ്. ഇവിടെ 3 plus 5 എത്ര ഫസ്റ്റ് ടേം? ഫസ്റ്റ് ടേം കാണാൻ p plus q. p യും q യും കൂടി ആഡ് ചെയ്താൽ ഫസ്റ്റ് ടേം. ഇവിടെ നമ്മൾ ഹാഫ് ആയിട്ട് എഴുതുന്നത് കോമൺ ഡിഫറൻസ് ഇപ്പോൾ എത്രയായിരിക്കും? ഡബിൾ 3 ന്റെ ഡബിൾ p ന്റെ ഡബിൾ എത്രയാണ്? 6. അപ്പോൾ സം ആൾജിബ്രിക് ഫോം തന്ന് ഫസ്റ്റ് ടേം ആൻഡ് കോമൺ ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ pn സ്ക്വയർ പ്ലസ് qn, p plus q is equal to ഫസ്റ്റ് ടേം 2p is equal to കോമൺ ഡിഫറൻസ്. ഫസ്റ്റ് ടേം p plus q 2 into p, p ന്റെ ഡബിൾ ആണ് ആര്? കോമൺ ഡിഫറൻസ്. ഇനി ഞാൻ ഒരു സമ്മിന്റെ ആൾജിബ്രിക് ഫോം കണ്ട് തിരിച്ചു മറിച്ചിട്ടും കൂടി കണ്ടുപിടിക്കുക. എന്നാൽ ഇതിനെ പെട്ടെന്ന് കഴിച്ചു നോക്കൂ. Then find sum of algebraic form of an AS 6, 10, 14 etc. 6, 10, 14 etc. pn square plus qn. p എന്ന് പറഞ്ഞാൽ d ന്റെ ഹാഫ്, ഇവിടെ d എത്രയാ? 4, 4 ന്റെ ഹാഫ് 2n സ്ക്വയർ. q എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേമിൽ നിന്ന് ഹാഫ് d സബ്ട്രാക്ട് ചെയ്യുക. 6 ന്ന് 2 പോയാൽ എത്ര? 4. ഇതാണ് സമ്മിന്റെ ആൾജിബ്രിക് ഫോം. ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതെങ്ങനെയാണ് തന്നിരിക്കുന്നത്? ആൾജിബ്രിക് ഫോം ഓഫ് ദി സം ഓഫ് അരിത്മെറ്റിക് സീക്വൻസ് 2n സ്ക്വയർ പ്ലസ് 4n. ഫൈൻഡ് ഫസ്റ്റ് ടേം ആൻഡ് കോമൺ ഡിഫറൻസ്. ഇതാണ് തന്നത്. അപ്പോൾ നമുക്ക് നോക്കൂ, pn സ്ക്വയർ പ്ലസ് qn. p പ്ലസ് q ഫസ്റ്റ് ടേം 2 പ്ലസ് 4 എത്രയാ? 6. ശരിയല്ലേ? 2 plus 4 6. കോമൺ ഡിഫറൻസ് 2p. 2 ന്റെ p ന്റെ ഡബിൾ, p എത്രയാ? അവിടെ 2. 2 ന്റെ ഡബിൾ എത്രയാ? 4. കോമൺ ഡിഫറൻസ് എത്രയാ? 4. ശ്രദ്ധിക്കുക, ഒരു സമ്മിന്റെ ആൾജിബ്രിക് ഫോം തന്നാൽ ഫസ്റ്റ് ടേം കാണാനും കോമൺ ഡിഫറൻസ് കാണാനും പഠിച്ചു. ഒരു അരിത്മെറ്റിക് സീക്വൻസ് തന്നാൽ സമ്മിന്റെ ആൾജിബ്രിക് ഫോം കാണാൻ പഠിച്ചു. ഇവിടെ അങ്ങോട്ട് പോയാൽ അവിടെ ഇങ്ങോട്ട് പോകണം. അതാണ് സീക്വൻസ് തന്ന് ആൾജിബ്രിക് ഫോം കണ്ടു, ആൾജിബ്രിക് ഫോം തന്ന് സീക്വൻസ് കണ്ടു, സീക്വൻസ് തന്ന് ആൾജിബ്രിക് ഫോം കണ്ടു, ആൾജിബ്രിക് ഫോം തന്ന് സീക്വൻസ് കണ്ടു. അതാണ് ശ്രദ്ധിക്കുന്നത്. അത് നേരത്തെ നമ്മൾ nth ടേമിൽ അങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ട്. എന്ത്? nth ടേം തന്ന് സീക്വൻസ് കണ്ടു, സീക്വൻസ് തന്നു nth ടേം കണ്ടു. അതുപോലെ തന്നെ ഇവിടെ പ്രത്യേകത, സീക്വൻസ് തന്ന് സമ്മ കണ്ടു, ആൾജിബ്രിക് ഫോം കണ്ടു, ആൾജിബ്രിക് ഫോം തന്ന് സീക്വൻസ് കണ്ടു. ഒരെണ്ണം കൂടി നോക്കാം. Then sum of the algebraic form of the arithmetic sequence 3n square plus 8n. Find first term and common difference. പെട്ടെന്ന്, വളരെ പെട്ടെന്ന്. ഫസ്റ്റ് ടേം ഈക്വൽ ടു 3 plus 8 എത്ര? 11. ഫസ്റ്റ് ടേം ഈക്വൽ ടു 3 plus 8 11. Then common difference equal to 3 ന്റെ ഡബിൾ 6. ഇപ്പോ സീക്വൻസ് വേണമെങ്കിൽ 11, 17, 23 etc. ശരിയല്ലേ? ശരിയാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, ഫസ്റ്റ് ടേം അരിത്മെറ്റിക് ആൾജിബ്രിക് ഫോം തന്നു, ഫസ്റ്റ് ടേം കണ്ടു, കോമൺ ഡിഫറൻസ് കണ്ടു, സീക്വൻസ് കണ്ടു. അപ്പോൾ സമ്മിന്റെ ആൾജിബ്രിക് ഫോം എപ്പോഴും pn സ്ക്വയർ പ്ലസ് qn ലായിരിക്കും. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെയാണ് ചോദിക്കുക. when sum of algebraic form of the AS അല്ലെങ്കിൽ sum of n terms of the arithmetic sequence എന്നാണ് ചോദിക്കുക. സമ്മിന് എപ്പോഴും സ്ക്വയർ ഉണ്ടാവും. അത് നമ്മൾ മനസ്സിലാക്കി വെക്കണം. n സ്ക്വയർ എപ്പോഴും ഉണ്ടാവും. എന്നിട്ട് അതിൽ നിന്ന് സീക്വൻസ് കാണാനും കൂടി പഠിച്ചു. then last one,
the sum algebraic form of sum of the arithmetic sequence 4n square plus n 4n square plus n. Find first term and common difference. P n square plus q. q തിരഞ്ഞെടുക്കുക പറയുന്നത്. ഇവിടെ ഒന്നിട്ടില്ലെങ്കിൽ അവിടെ q എത്രയായിരിക്കും? 1 ആയിരിക്കും. ഒന്നിട്ടില്ലെങ്കിൽ അവിടെ q എത്രയായിരിക്കും? 1 ആയിരിക്കും. അപ്പോൾ p plus q ഫസ്റ്റ് ടേം 4 plus 1 എത്ര? 4 plus 1 5. ഫസ്റ്റ് ടേം എത്ര മക്കളെ? 5. Then d is equal to 2 into p. 2 into 4 എത്ര? 2 into 4 8. കോമൺ ഡിഫറൻസ് എത്ര? 8. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ശ്രദ്ധിക്കൂ, കോമൺ ഡിഫറൻസ് 8. ഇവിടെ എത്ര വന്നു? ഫസ്റ്റ് ടേം എത്ര വന്നു? 5. ഇവിടെ എന്നോടൊപ്പം ഒന്നിട്ടിട്ടില്ലെങ്കിൽ അവിടെ എന്തായിരിക്കും ഓർത്തോളുക? 1 ആയിരിക്കും എന്ന് ഓർക്കുക. ഇനി ഒരു കേസും കൂടി പറഞ്ഞുതരാം. ഇപ്പോൾ ചില കേസിൽ 3n സ്ക്വയർ മാത്രമായിരിക്കും. സം ഓഫ് ആൾജിബ്രിക് ഫോം ആൻഡ് അരിത്മെറ്റിക് സീക്വൻസ് 3n സ്ക്വയർ. ഫൈൻഡ് ഫസ്റ്റ് ടേം ആൻഡ് കോമൺ ഡിഫറൻസ്. ചെയ്തൂടെ? നോക്കൂ, 3n സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? 3n സ്ക്വയർ പ്ലസ് 0n. ഒന്നും ഉണ്ടാവില്ലല്ലോ അവിടെ. അപ്പോൾ ഫസ്റ്റ് ടേം എത്രയാ? p പ്ലസ് q 3 പ്ലസ് 0 3. കോമൺ ഡിഫറൻസ് എത്രയാ? 3 ന്റെ ഡബിൾ 6. അപ്പൊ എങ്ങനെയാ സീക്വൻസ് പോകുന്നത്? 3 9 15 എക്സെട്രാ. 3 9 15 എക്സെട്രാ. ശരിയല്ലേ? അപ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ 0 ഒന്ന് തന്നിട്ടില്ലെങ്കിൽ അവിടെ എന്തായിരിക്കും? 0 ആയിരിക്കും. അത് നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ മതി. കിട്ടുന്നല്ലോ. അപ്പോൾ ഇവിടെ 3n സ്ക്വയർ കിട്ടി. 3n സ്ക്വയർ പ്ലസ് 0n ആണ്. ഒന്നും ആണെങ്കിൽ 0n ആയിരിക്കും. വെറും n മാത്രം തരികയാണെങ്കിൽ അവിടെ 1 ആയിരിക്കും. അതാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഒരുപാട് ആൾജിബ്രിക് ഫോം തന്ന് നമ്മുടെ എസ് കണ്ടുപിടിച്ചു. ഫസ്റ്റ് സീക്വൻസ് ഒക്കെ കണ്ടുപിടിച്ചു. സീക്വൻസ് എന്ന സമ്മിന്റെ ആൾജിബ്രിക് ഫോം കണ്ടു. അപ്പോൾ നമ്മളെ ഈ ഇത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഈ സംസിൽ പറയുന്നത്. സംസിന്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. സംസ്, നാച്ചുറൽ നമ്പറിന്റെ സംസ്, ഈവൻ നമ്പറിന്റെ സംസ്, ഓഡ് നമ്പറിന്റെ സംസ്, അരിത്മെറ്റിക് സീക്വൻസിന്റെ സംസ്. നാച്ചുറൽ നമ്പർ n into n plus 1 by 2, ഈവൻ നമ്പർ half n into n plus 1, ഓഡ് നമ്പർ n square, any as n by 2 into x1 plus xn. അതിനുശേഷം കുറച്ച് കാൽക്കുലേഷൻ പ്രൂവ് പഠിച്ചു. ഇപ്പൊ നമ്മൾ വളരെ പ്രധാനപ്പെട്ട ടോപ്പിക് പഠിച്ചു, സം ഓഫ് ആൾജിബ്രിക് ഫോം ഓഫ് അരിത്മെറ്റിക് സീക്വൻസ്. ആൾജിബ്രിക് ഫോം ഓഫ് ദി സം ഓഫ് അരിത്മെറ്റിക് സീക്വൻസ്. ആൾജിബ്രിക് ഫോം ഓഫ് ദി സം ഓഫ് അരിത്മെറ്റിക് സീക്വൻസ്. സമ്മിന്റെ ആൾജിബ്രിക് ഫോം. That's equal to pn square plus qn. P is equal to half d, q is equal to first term minus half d. Okay. ഇനി ആൾജിബ്രിക് ഫോം തന്നിട്ട് കാണാനോ? p plus q എന്തായിരിക്കും? ഫസ്റ്റ് ടേം. p ന്റെ ഡബിൾ ആയിരിക്കും? കോമൺ ഡിഫറൻസ്. അപ്പോൾ വൃത്തിയായിട്ട് നമ്മൾ ആ കാര്യങ്ങൾ ഈ ചാപ്റ്ററിന്റെ ഫിനിഷിംഗ് നടത്തി. ഇനി കുറേ പ്രോബ്ലംസ് ചെയ്യൽ മാത്രമേ ഉള്ളൂ. അത് നമ്മൾ 2 പാർട്ട് പ്രോബ്ലംസ് മാത്രമായിട്ട് നമ്മൾ ചെയ്യും. 9 10 പാർട്ട് പ്രോബ്ലംസ് മാത്രമായിട്ട് ചെയ്യും. അപ്പോൾ വൃത്തിയായിട്ട് പ്രാക്ടീസ് ചെയ്ത് മനസ്സിലാക്കി എടുക്കുക. ഇതാണ് നമുക്ക് ചെയ്യാനുള്ളത്. പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കുക. എല്ലാവരും വൃത്തിയായിട്ട് പഠിക്കുക. അടുത്ത ടോപ്പിക്കിൽ കാണാം.